ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുടെ വളർത്തു കേന്ദ്രമാണ് സയൻസ് ഫിക്ഷൻ. ഓരോ TV ഷോയും നോവലും സിനിമയും നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അനന്തമായ പ്രപഞ്ചത്തിന്റെ വിശാലമായ വിസ്തൃതി പര്യവേഷണം ചെയ്യാൻ ഈ കഥകളിൽ സാധാരണയായി പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന പേടകങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ പലതും ശാസ്ത്ര വസ്തുതകളിൽ വേരൂന്നിയവയുമാണ്. അതിനൊരുത്തമ ഉദാഹരണമാണ് വാർപ്പ് ഡ്രൈവ് ടെക്നോളജി. നിലവിൽ ശാസ്ത്രജ്ഞരൊക്കെ വളരെ ഗൗരവമായി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണിത്. ഈ ടെക്നോളജിക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞാൽ അടുത്ത 1000 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യരാശിക്ക് മിൽക്കി വേ ഗാലക്സി മുഴുവൻ കോളനിവൽക്കരിക്കാനാകും. പക്ഷേ വാർപ്പ് ഡ്രൈവ് ടെക്നോളജി പോലെ അതിവേഗത്തിൽ ബഹിരാകാശ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നോളജിയും യഥാർത്ഥത്തിൽ ഒരിക്കലും നമുക്ക് നിർമ്മിക്കാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എങ്കിൽ പിന്നെ എങ്ങനെ മനുഷ്യരാശി നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കും? അതിന്റെ ഒരു ഉത്തരമാണ് സ്കാഡോഫ് എഞ്ചിൻ. നക്ഷത്രങ്ങളെ തന്നെ ബഹിരാകാശ പേടകങ്ങളാക്കി മാറ്റുന്ന വിദ്യ. ഇത് ശരിക്കും എന്താണെന്നും ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ഗാലക്സിയിലുള്ള എല്ലാ നക്ഷത്രങ്ങളും ഗാലക്സിയുടെ മധ്യഭാഗത്തിന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം നക്ഷത്രങ്ങളും 220 കിലോമീറ്റർ പെർ സെക്കൻഡിനും 240 കിലോമീറ്റർ പെർ സെക്കൻഡിനും ഇടയിലാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. എന്നിരുന്നാലും ഓരോ നക്ഷത്രത്തിന്റെയും വേഗതയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഏകദേശം 230 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മുടെ സൂര്യൻ സഞ്ചരിക്കുന്നത്. എന്നാൽ സൂര്യന്റെ അയൽവാസിയായ ആൽഫ സെന്റൗറിയുടെ വേഗത എന്നത് ഏകദേശം 220 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ നക്ഷത്രങ്ങൾക്കുമുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ സൂര്യൻ ഇതേ സ്ഥാനത്തായിരുന്നപ്പോൾ ഇന്ന് സൂര്യന്റെ സമീപത്തുള്ള ഒരു നക്ഷത്രവും അന്ന് സൂര്യനിൽ നിന്നും 1000 പ്രകാശ വർഷങ്ങളുടെ ദൂരത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു കാര്യം ഓർക്കുക, 220 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഒരു ബഹിരാകാശ പേടകത്തിനും ഇത്രയും വേഗത കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. പാർക്കർ സോളാർ പ്രോബാണ് നമ്മൾ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ സ്പേസ് ക്രാഫ്റ്റ്. അത് 192 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ അത് സൂര്യന്റെ ഒരുപാട് അടുത്തെത്തിയപ്പോൾ സൂര്യന്റെ തീവ്രമായ ഗ്രാവിറ്റിയുടെ അധീനതയിൽ താൽക്കാലികമായി മാത്രമാണ് അത്രയും വേഗത കൈവരിച്ചത്. അല്ലാതെ ഏറ്റവും വേഗത്തിൽ ബഹിരാകാശത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് വോയേജർ 1 ആണ്. എന്നാൽ ഇത് വെറും 17 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞത് ഗാലക്സിയിലെ ബഹുഭൂരിപക്ഷം നക്ഷത്രങ്ങളുടെ കാര്യമാണ്. എന്നാൽ മിൽക്കി വേയിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം നക്ഷത്രങ്ങളുണ്ട്. റണ്ണവേ സ്റ്റാർസ് എന്നാണ് ഇത്തരം നക്ഷത്രങ്ങളെ പറയുന്നത്. അതിവേഗത്തിൽ പരസ്പരം വലം വയ്ക്കുന്ന 2 നക്ഷത്രങ്ങളുള്ള വ്യൂഹങ്ങളിൽ ഒരു നക്ഷത്രത്തിന് സൂപ്പർനോവ സംഭവിക്കുമ്പോൾ മറ്റേ നക്ഷത്രം വളരെ വേഗത്തിൽ, അതായത് വലം വെച്ചുകൊണ്ടിരുന്ന അതേ വേഗത്തിൽ വ്യൂഹത്തിൽ നിന്നും തെറിച്ചു പോകും. നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന സ്റ്റെല്ലാർ നഴ്സറികളിൽ നിരവധി നക്ഷത്രങ്ങളുടെ പരസ്പരമുള്ള ഗ്രാവിറ്റി ഇന്ററാക്ഷൻസ് കാരണം ചില നക്ഷത്രങ്ങൾ അതിവേഗത്തിൽ പുറന്തള്ളപ്പെടും. ചിലപ്പോൾ ബ്ലാക്ക് ഹോളിന് സമീപം പോകുന്ന നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോളിന്റെ തീവ്രമായ ഗ്രാവിറ്റി കാരണം അതിവേഗത്തിൽ സ്ലിംഗ് ഷോട്ട് ചെയ്യപ്പെടും. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ നക്ഷത്രങ്ങൾ റണ്ണവേ നക്ഷത്രങ്ങളായി മാറുന്നത്. സാധാരണ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നതിനേക്കാൾ 30 മുതൽ 200 കിലോമീറ്റർ പെർ സെക്കൻഡ് വരെ കൂടുതൽ വേഗത്തിലാണ് റണ്ണവേ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നത്. റണ്ണവേ നക്ഷത്രങ്ങളിൽ തന്നെയുള്ള ഒരു പ്രത്യേകം വിഭാഗമാണ് ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ്. ഇത്തരം നക്ഷത്രങ്ങൾക്ക് ഗാലക്സിയുടെ എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതൽ വേഗതയുണ്ടായിരിക്കും. ഏതാണ്ട് 550 കിലോമീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ ഗാലക്സിയുടെ എസ്കേപ്പ് വെലോസിറ്റി. അതായത് 550 കിലോമീറ്റർ പെർ സെക്കൻഡിന് മുകളിൽ സഞ്ചരിച്ചാൽ നക്ഷത്രങ്ങൾക്ക് നമ്മുടെ ഗാലക്സിയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. ചില ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങൾ 10,000 കണക്കിന് കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നിരുന്നാലും ഇവയെല്ലാം ഗാലക്സിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് നിർബന്ധമില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് S4714. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന നക്ഷത്രം. ഏകദേശം 24,000 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അതായത് പ്രകാശത്തിന്റെ 8% വേഗത. ഒരു നക്ഷത്രം ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നത് അങ്ങേയറ്റം അത്ഭുതാവഹമായ കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ബഹിരാകാശത്തിലൂടെ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന നക്ഷത്രമല്ല, മറിച്ച് ഗാലക്സിയുടെ മധ്യത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളായ സജിറ്റേരിയസ് എ സ്റ്റാറിന് ചുറ്റും വലം വയ്ക്കുന്നതാണ്. സൂര്യന്റെ 40 ലക്ഷം മടങ്ങ് മാസുള്ള ഗംഭീരമായ ബ്ലാക്ക് ഹോളാണിത്. ഇതിന്റെ അതിതീവ്രമായ ഗ്രാവിറ്റി പിടിച്ചു വലിക്കുന്നത് കാരണമാണ് ഈ നക്ഷത്രം ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇതുപോലെ നിരവധി നക്ഷത്രങ്ങൾ സജിറ്റേരിയസ് എ സ്റ്റാറിന് ചുറ്റും എക്സ്ട്രീം വേഗത്തിൽ വലം വയ്ക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഒരിക്കലും ഗാലക്സിയിൽ നിന്നും പുറത്തു കടക്കില്ല. കാരണം ഇവ ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്.
എന്നാൽ ഗാലക്സിയിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് J0927 2285 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. നമ്മുടെ ഗാലക്സിയിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന നക്ഷത്രങ്ങളിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വേഗതയേറിയ നക്ഷത്രമാണിത്. ഇത് പണ്ടൊരു ബൈനറി സ്റ്റാർ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു. ഈ സിസ്റ്റത്തിലെ 2 നക്ഷത്രങ്ങളും വൈറ്റ് ഡ്വാർഫ്സ് ആയിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റേ നക്ഷത്രത്തിന് സൂപ്പർനോവ സംഭവിച്ചപ്പോൾ ഈ നക്ഷത്രം അവിടുന്ന് പുറന്തള്ളപ്പെട്ടതാണ്. 2285 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നത് ഏകദേശം പ്രകാശത്തിന്റെ 1% വേഗതയെത്തി. ഈ സ്പീഡിൽ സഞ്ചരിച്ചാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തിലെത്താൻ ഏതാനും ചില മാസങ്ങൾ മതി. താരതമ്യേന പറഞ്ഞാൽ വോയേജർ 1-നാണെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ 100 വർഷങ്ങളിൽ കൂടുതൽ സമയം വേണം. ഈ വേഗത്തിൽ നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും ആൽഫ സെന്റോറിയിലെത്താൻ ഏതാനും ചില നൂറ്റാണ്ടുകൾ മതി. എന്നാൽ വോയേജർ 1-ന്റെ വേഗത്തിൽ പോയാൽ ആൽഫ സെന്റോറിയിലെത്താൻ 75,000 വർഷങ്ങളിൽ കൂടുതൽ കാലമെടുക്കും. അപ്പോൾ അത്രയേറെ വേഗത്തിലാണ് ഈ നക്ഷത്രം സഞ്ചരിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ പേടകങ്ങൾ പോകുന്നതിനേക്കാൾ ഒരുപാട് വേഗത്തിലും ദൂരത്തിലും ഇത്തരം നക്ഷത്രങ്ങൾക്ക് പോകാനാകും. അങ്ങനെയെങ്കിൽ ഇതുപോലത്തെ ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങളെ നമുക്ക് ബഹിരാകാശ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചാലോ? ഏതെങ്കിലും ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങളെ കണ്ടെത്തുകയും അതിനു ചുറ്റുമുള്ള ഒരു ഗ്രഹത്തിനെ കോളനിവൽക്കരിക്കുകയും ചെയ്താൽ അതിലൂടെ നമുക്ക് ഫ്രീ ആയി ബഹിരാകാശ യാത്ര ചെയ്യാനാകും. അതായത് ഓടുന്ന വാഹനത്തിൽ ചാടിക്കയറി ഫ്രീ ആയി യാത്ര ചെയ്യുന്നത് പോലെ. ഒരുപാട് കാലം കഴിയുമ്പോൾ ഈ നക്ഷത്രം ഗാലക്സി വിട്ട് പുറത്തു പോവുകയും പിന്നീട് മറ്റൊരു ഗാലക്സിയിൽ പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഇത്തരം നക്ഷത്രങ്ങളിലൂടെ മറ്റ് ഗാലക്സികളിൽ വരെ എത്താൻ സാധിക്കും. ഇങ്ങനെ ഒരു നക്ഷത്രത്തിന്റെ ഗ്രഹത്തിൽ കയറി സഞ്ചരിക്കുന്നതിലൂടെ സ്പേസ് ഷിപ്പിൽ ഇന്റർസ്റ്റെല്ലാർ യാത്ര ചെയ്യുന്നതിൽ പൊതുവെയുള്ള പല പ്രശ്നങ്ങളും നിസ്സാരമായി തരണം ചെയ്യാൻ കഴിയും. സ്പേസ് ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ അതിശക്തമായ കോസ്മിക് കിരണങ്ങൾ, മൈക്രോ മെറ്റിയോറൈറ്റ്സ്, ഡെഡ്ലി അയോൺസ് അങ്ങനെയുള്ള എല്ലാം തന്നെ വളരെ വലിയ അപകടങ്ങളാണ്. ഇവയിൽ നിന്നും ഒരു പരിധിവരെ മാത്രമേ സ്പേസ് ഷിപ്പിന് സംരക്ഷണം കിട്ടൂ. എന്നാൽ ഗ്രഹത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും അന്തരീക്ഷവും ഈ പറഞ്ഞ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായ സംരക്ഷണം നൽകും. ബഹിരാകാശ പേടകങ്ങളിലാണെങ്കിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ സഞ്ചരിക്കാനാകൂ. അതും ആവശ്യത്തിന് സ്ഥലമില്ലാതെ ഇടുങ്ങിയ മുറികളിൽ വേണം ജീവിക്കാൻ. എന്നാൽ ഈ ഗ്രഹത്തിന്റെ വിശാലതയിൽ കോടാനുകോടി മനുഷ്യർക്ക് സുഖമായി ജീവിക്കാം. അതും ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ സാധാരണമായിട്ട് തന്നെ ഇവിടെ ജീവിക്കാനാകും. ബഹിരാകാശ പേടകങ്ങളിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്ധനം നിറയ്ക്കേണ്ടി വരും. പക്ഷേ ഒരുപാട് ദൂരമുള്ള വലിയ ബഹിരാകാശ യാത്രകൾ ചെയ്യുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ധനം നിറയ്ക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനൊരു പ്രശ്നവും ഉണ്ടാകില്ല. എത്ര അഡ്വാൻസ്ഡ് ആയ രീതിയിൽ നിർമ്മിച്ചതാണെങ്കിലും ബഹിരാകാശ കപ്പലുകളിലെ യന്ത്രങ്ങളും മെക്കാനിക്കൽ പാർട്സും എല്ലാം ഒരു പരിധി കഴിയുമ്പോഴേക്കും കേടാകും. ഓക്സിജൻ റീസൈക്ലറും വാട്ടർ ഫിൽറ്ററും പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രധാന യന്ത്രം കേടായാൽ സ്പേസ് ഷിപ്പിലെ സകല മനുഷ്യരുടെയും ജീവൻ അപകടത്തിലാകും. എന്നാൽ ഗ്രഹത്തിലായിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരില്ല. നക്ഷത്രമോ ഗ്രഹമോ നശിക്കുന്ന കാലം വരെ മനുഷ്യർക്കിവിടെ ജീവിക്കാനാകും. ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ മനുഷ്യർക്ക് ഭൂമിയിലെ പോലെ തന്നെ ജീവിക്കുകയും ചെയ്യാം. അതേസമയം തന്നെ പ്രപഞ്ചത്തിന്റെ മറ്റ് കോണുകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഇത് സ്പേസ് ഷിപ്പിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് പ്രാക്ടിക്കൽ ആണെന്ന് തോന്നും. പക്ഷേ എന്നിരുന്നാലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. പ്രധാന പ്രശ്നം ദൂരമാണ്. അതായത് ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ വളരെ അപൂർവമാണ്. നമ്മുടെ സമീപത്തൊന്നും ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങളില്ല. J124909 ആണ് ഭൂമിയുടെ ഏറ്റവും സമീപമുള്ള ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു ബ്രൗൺ ഡ്വാർഫ് ആണ്. അതായത് കൃത്യമായ ഒരു നക്ഷത്രമല്ല. അതുകൊണ്ട് തന്നെ ഇതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ നമുക്ക് ജീവിക്കാനുമാകില്ല. GD492 ആണ് ഭൂമിയുടെ ഏറ്റവും സമീപമുള്ള ശരിക്കുമുള്ള ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രം. പക്ഷെ ഇത് ഭൂമിയിൽ നിന്നും 2000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ്. മറ്റൊരു കാര്യം, ഇതൊരു വൈറ്റ് ഡ്വാർഫ് ആണ്. നമ്മുടെ സൂര്യനെ പോലത്തെ ഏറ്റവും സമീപമുള്ള ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രം എന്നത് S5HVS1 എന്നൊരു നക്ഷത്രമാണ്. എന്നാൽ ഇതാണെങ്കിൽ ഭൂമിയിൽ നിന്നും ഏകദേശം 29,000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ്. ഈ നക്ഷത്രത്തിന്റെ ഗ്രഹത്തിനെ കോളനിവൽക്കരിക്കണമെങ്കിൽ ആദ്യം ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അവിടെ എത്തിപ്പെടേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ 10,000 കണക്കിന് പ്രകാശ വർഷങ്ങൾക്ക് അകലെ പോകാനുള്ള ടെക്നോളജി നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത്രയേറെ പുരോഗമിച്ചു എന്നാണ് അർത്ഥം. എങ്കിൽ പിന്നെ ആ ടെക്നോളജി വെച്ച് തന്നെ നമുക്ക് പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചാൽ മതി. വെറുതെ കഷ്ടപ്പെട്ട് അന്യഗ്രഹത്തെ കോളനിവൽക്കരിക്കേണ്ട ഒരു കാര്യവുമില്ല.
ഇനി അഥവാ നമ്മുടെ സൗരയൂഥത്തിന് സമീപം ഏതെങ്കിലും ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രം വരുമെന്നും അപ്പോൾ അതിന്റെ ഗ്രഹത്തിലേക്ക് പോയാൽ മതിയെന്നും ചിന്തിക്കാമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ നക്ഷത്രത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പേടകം നമ്മൾ നിർമ്മിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ നക്ഷത്രത്തിന്റെ ഗ്രഹത്തിൽ ചെന്നിറങ്ങാൻ കഴിയൂ. പക്ഷെ അത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന സ്പേസ് ഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ അതുപയോഗിച്ച് തന്നെ നമുക്ക് ബഹിരാകാശ യാത്ര ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ വയലന്റ് ആയ പ്രതിഭാസങ്ങൾ കാരണമാണ് നക്ഷത്രങ്ങൾ ഹൈപ്പർ വെലോസിറ്റി വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഈ വയലന്റ് പ്രതിഭാസങ്ങൾ കാരണം ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായും നശിച്ചു പോകും. നശിക്കുമെന്ന് പറയുമ്പോൾ മിക്കവാറും അവ നക്ഷത്രത്തിന്റെ ഓർബിറ്റിൽ നിന്നും തന്നെ തെറിച്ചു പോകും. അപ്പോൾ ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത പോലും തീരെയില്ല. ചുരുക്കി പറഞ്ഞാൽ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങളെ ആശ്രയിക്കുന്നത് യഥാർത്ഥത്തിൽ ഒട്ടും തന്നെ പ്രായോഗികമല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ തന്നെ ഒരു സ്പേസ് ഷിപ്പ് ആക്കിയാലോ? 1987 ഒരു റഷ്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ലിയോണിഡ് ഷ്കെഡോവ് പുരോഗമന സമൂഹങ്ങൾക്ക് അവരുടെ സ്വന്തം നക്ഷത്ര വ്യൂഹത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനെ പര്യവേഷണം ചെയ്യാൻ കഴിയുമെന്ന് പറയുകയും അതിനുവേണ്ടി സ്റ്റെല്ലാർ എഞ്ചിൻ എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ ആശയത്തിന് അദ്ദേഹത്തിന്റെ പേര് തന്നെ നൽകി. അങ്ങനെയാണ് ഇതിന് ഷ്കെഡോവ് എഞ്ചിൻ എന്ന് പേര് കിട്ടിയത്. ബഹിരാകാശത്തിൽ പറന്നു നിൽക്കുന്ന ഒരു ആസ്ട്രോണറ്റ് കയ്യിലുള്ള ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ പിന്നിലോട്ട് പോകും. ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ പ്രകാരം ഫ്ലാഷ് ലൈറ്റിൽ നിന്നും വമിക്കുന്ന പ്രകാശത്തിന്റെ മൊമെന്റം കാരണമാണ് ഇങ്ങനെ ആസ്ട്രോണറ്റ് പിന്നിലോട്ട് പോയത്. ഇതേ സിദ്ധാന്തം തന്നെയാണ് ഷ്കെഡോവ് എഞ്ചിൻ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് ഷ്കെഡോവ് എഞ്ചിൻ നിർമ്മിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങൾ കൊണ്ടാണ്. ഒരു നക്ഷത്രം, ഡൈസൺ സ്വാം, പിന്നെ ഒരു വലിയ ബൃഹത്തായ കണ്ണാടി. കണ്ണാടി സൂര്യനേക്കാളുമൊക്കെ ഒരുപാട് വലുതായിരിക്കും. അങ്ങനെ വലുതായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അത്രയും വലുതാണെങ്കിൽ മാത്രമേ ഷ്കെഡോവ് എഞ്ചിൻ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. എന്തായാലും ഈ കണ്ണാടിയെ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലായിരിക്കും സ്ഥാപിക്കുന്നത്. ഈ അകലത്തിൽ വെക്കുമ്പോൾ സൂര്യന്റെ ഗ്രാവിറ്റി ഈ കണ്ണാടിയെ പിടിച്ചു വലിക്കും. അതേസമയം തന്നെ സൂര്യന്റെ റേഡിയേഷൻ പ്രഷർ, അതായത് സൂര്യനിൽ നിന്നും വമിക്കുന്ന പ്രകാശം കണ്ണാടിയെ അകലേക്ക് തള്ളും. അപ്പോൾ ഈ 2 ശക്തികളും തമ്മിൽ ക്യാൻസൽ ആകുന്നത് കാരണം കണ്ണാടി അനങ്ങാതെ ഒരിടത്ത് തന്നെ നിൽക്കും. അങ്ങനെ അനങ്ങാതെ നിൽക്കാൻ കഴിയുന്ന ഈ നിശ്ചിത അകലത്തിനെ ഇക്വിലിബ്രിയം പോയിന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ കണ്ണാടിയും സൂര്യനും അടിസ്ഥാനപരമായി ഒരൊറ്റ വസ്തുവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ആസ്ട്രോണറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ സൂര്യനിൽ നിന്നും വമിക്കുന്ന പ്രകാശത്തിനും മൊമെന്റമുണ്ട്. പക്ഷേ സൂര്യൻ അതിന്റെ എല്ലാ വശങ്ങളിലൂടെയും പ്രകാശം പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ അതെല്ലാത്തിന്റെയും മൊമെന്റം തമ്മിൽ പരസ്പരം ക്യാൻസൽ ആകും. അതുകൊണ്ടാണ് ഈ മൊമെന്റം സൂര്യനെ ബാധിക്കാത്തത്. പക്ഷേ സൂര്യന്റെ ഒരു വശത്ത് വലിയ കണ്ണാടി വെക്കുമ്പോൾ കണ്ണാടി വൻതോതിൽ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്യും. അതിന്റെ ചെറിയൊരു ശതമാനം തിരിച്ച് സൂര്യനിൽ തന്നെ വന്ന് പതിക്കും. എന്നാൽ ബാക്കി മൊത്തം പ്രകാശവും സൂര്യന്റെ വശങ്ങളിലൂടെ കടന്നുപോകും. അപ്പോൾ സൂര്യനിൽ നിന്നും വമിക്കുന്ന പ്രകാശം യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷവും ഒരേ വശത്തിലൂടെ, അതായത് സൂര്യന്റെ തുറസായ വശത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അനന്തരഫലമായി സൂര്യൻ മറുവശത്തിലേക്ക്, എന്നുവെച്ചാൽ കണ്ണാടി നിൽക്കുന്ന വശത്തിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അതായത് നേരത്തെ ആസ്ട്രോണറ്റിന് സംഭവിച്ചതുപോലെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യന്റെ ഗ്രാവിറ്റി കാരണം സൗരയൂഥത്തിലെ സകലവും സൂര്യനൊപ്പം സഞ്ചരിക്കും. ഇങ്ങനെയാണ് ഷ്കെഡോവ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതിൽ എന്തിനാണ് ഡൈസൺ സ്വാമിന്റെ ആവശ്യം? സംഭവം ലക്ഷക്കണക്കിന് വലിയ സോളാർ പാനലുകൾ വിക്ഷേപിച്ച് അത് മുഴുവൻ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന രീതിയിൽ സ്ഥാപിച്ചാൽ അവയിലൂടെ സൂര്യനിൽ നിന്നും നേരിട്ട് ഊർജം ശേഖരിക്കാനാകും. ഈ ടെക്നോളജിയെയാണ് ഡൈസൺ സ്വാം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പണ്ട് മറ്റൊരു വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. എന്തായാലും സൂര്യനേക്കാൾ വലിയൊരു കണ്ണാടി നിർമ്മിക്കണമെങ്കിൽ അതിന് ഒരുപാട് റിസോഴ്സസും ഊർജവും ആവശ്യമാണ്. നിർമ്മിക്കാൻ മാത്രമല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും വൻതോതിൽ ഊർജം ആവശ്യമാണ്. ഉദാഹരണത്തിന് കണ്ണാടി എപ്പോഴും ഇക്വിലിബ്രിയം പോയിന്റിൽ തന്നെ കൃത്യമായി നിലനിൽക്കില്ല. എന്തെന്നാൽ ചില സമയങ്ങളിൽ സൂര്യനിൽ സോളാർ ഫ്ലെയർ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകും. ഈ പ്രതിഭാസങ്ങളിൽ നിന്നും വരുന്ന ഊർജ പ്രവാഹം കാരണം കണ്ണാടി ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും ശകലം തള്ളി നീക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണാടിയെ വീണ്ടും ഇക്വിലിബ്രിയം പോയിന്റിൽ കൊണ്ടുവയ്ക്കണമെങ്കിൽ തീർച്ചയായും വൻതോതിൽ ഊർജം വേണം. ഭൂമിയിൽ നിന്നുമുള്ള ഊർജ സ്രോതസ്സുകൾ കൊണ്ട് മാത്രം തീർച്ചയായും അത്രയും ഊർജം കണ്ടെത്താനാകില്ല. അതിനു വേണ്ടിയിട്ടാണ് ഡൈസൺ സ്വാം നിർമ്മിക്കുന്നത്. ഡൈസൺ സ്വാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഊർജ സ്രോതസ് ആയിരുന്നാലും മതി. അല്ലാതെ ഡൈസൺ സ്വാം തന്നെ വേണമെന്ന് നിർബന്ധമില്ല.
മറ്റൊരു കാര്യം, ഈ കണ്ണാടിയെ തിയററ്റിക്കലി നമുക്ക് സൗരയൂഥത്തിൽ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. കാരണം സൂര്യനിൽ നിന്നും എത്ര അകലത്തിലാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ കണ്ണാടിയുടെ വലിപ്പവും ഭാരവുമാണ്. ഉദാഹരണത്തിന്, ഒരുപാട് വലിപ്പം കൂടിയ കണ്ണാടിക്ക് കൂടുതൽ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് സൂര്യനിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കും. എന്നാൽ വലിപ്പം കുറഞ്ഞ കണ്ണാടിയാണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് സൂര്യന്റെ ഒരുപാട് സമീപത്തുമായിരിക്കും. പക്ഷേ കണ്ണാടിയെ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാമെന്ന് പറഞ്ഞെങ്കിലും സൂര്യന്റെ ഒരുപാട് അടുത്ത് സ്ഥാപിക്കുന്നത് അത്ര പ്രായോഗികമല്ല. കാരണം കണ്ണാടിക്ക് ഒരുപക്ഷെ സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരുപാട് അകലെ സ്ഥാപിക്കുന്നതും പ്രായോഗികമല്ല. കാരണം അതിന് റിസോഴ്സും ഊർജവും ഒക്കെ ഒരുപാട് കൂടുതൽ വേണ്ടിവരും. അതിനു പുറമെ യഥാർത്ഥത്തിൽ സോളാർ സിസ്റ്റത്തിന്റെ ഓർബിറ്റൽ പ്ലെയിനിൽ കണ്ണാടി സ്ഥാപിക്കാൻ പറ്റില്ല. എന്തെന്നാൽ അങ്ങനെ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൽ നിന്നും റിഫ്ലക്റ്റ് ആയി വരുന്ന സൂര്യപ്രകാശം കാരണം ഭൂമി അത്യധികം ചൂട് കൂടിയ ഗ്രഹമായി മാറും. ചൂട് മാത്രമല്ല പ്രശ്നം, അന്തരീക്ഷത്തിനും അത് കാരണം കാര്യമായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതെല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ ഭൂമി വാസയോഗ്യമല്ലാത്ത രീതിയിലായി മാറും. ഇതൊഴിവാക്കണമെങ്കിൽ കണ്ണാടിയെ സൂര്യന്റെ ഏതെങ്കിലും ഒരു ധ്രുവത്തിന് നേരെ വേണം വെക്കാൻ. അങ്ങനെ ചെയ്യുന്നതിലൂടെ കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശം ഒരു ഗ്രഹങ്ങളെയും ബാധിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ണാടി ഒരു പാരാബോളിക് ആകൃതിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ സൂര്യപ്രകാശത്തിനെ അത് കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലാതെ ഡൈസൺ സ്ഫിയറിലൊക്കെ കാണുന്നത് പോലെ ഹെമിസ്ഫിയർ ആകൃതിയിലാണെങ്കിൽ അത് സൂര്യപ്രകാശത്തിനെ മുഴുവൻ സൂര്യനിലേക്കായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നത്. അങ്ങനെ ചെയ്താൽ അത് സൂര്യനെ തീരെ അൺസ്റ്റേബിൾ ആക്കുകയും അനന്തരഫലമായി ചിലപ്പോൾ സൗരയൂഥം മൊത്തം നശിക്കുകയും ചെയ്യും. എന്നാൽ പാരാബോളിക് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഷാഡോഫ് എഞ്ചിൻ പ്രത്യക്ഷത്തിൽ പ്രായോഗികമായും വളരെ എഫിഷ്യന്റായും തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം വേഗതയാണ്. ഷാഡോഫ് എഞ്ചിന് വളരെ ചെറിയ രീതിയിൽ മാത്രമേ സൂര്യനെ ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയൂ. ആദ്യം ഏതാനും ചില പ്രകാശ വർഷങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ തന്നെ പല കോടി വർഷങ്ങളോളം സമയമെടുക്കും. വളരെ ചെറിയ നിരക്കിലാണ് ആക്സിലറേറ്റ് ചെയ്യുന്നതെങ്കിലും കാലക്രമേണ സൂര്യന്റെ വേഗത പതിയെ പതിയെ കൂടിക്കൊണ്ടിരിക്കും. എന്നിരുന്നാൽ പോലും ഏകദേശം 20 km/s വേഗത അധികമായി കൈവരിക്കണമെങ്കിൽ പോലും 100 കോടി വർഷങ്ങളോളം സമയമെടുക്കും. ഇത്രയും ചെറിയ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ സൗരയൂഥം 10,000 കണക്കിന് പ്രകാശ വർഷങ്ങൾക്കകലെ എത്തിയിട്ടുണ്ടാകും. എന്നിരുന്നാലും സൂര്യന് ഒരിക്കലും മിൽക്കി വേയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല. കാരണം സൂര്യന്റെ വേഗത പല ശതകോടി വർഷങ്ങൾ കൊണ്ട് പരമാവധി 50-60 km/s മാത്രമേ കൂടുകയുള്ളൂ. അതായത് സൂര്യന്റെ വേഗത പരമാവധി 290 km/s വരെ മാത്രമേ എത്തൂ. പക്ഷേ മിൽക്കി വേയുടെ എസ്കേപ്പ് വെലോസിറ്റി എന്നത് 550 km/s കൂടുതലാണ്. അതിനാൽ നമ്മൾ എപ്പോഴും മിൽക്കി വേയിൽ തന്നെ കുടുങ്ങിക്കിടക്കും. മറ്റൊരു കാര്യം, ഒരുപാട് കാലങ്ങളുടെ ദൈർഘ്യം കൊണ്ട് ബഹിരാകാശത്തിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കാമെന്നല്ലാതെ ഇത്രയും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പെട്ടെന്നൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു ബ്ലാക്ക് ഹോൾ സൂര്യന് നേർക്ക് വരികയാണെങ്കിൽ അതിനെ 100 പ്രകാശ വർഷങ്ങൾക്കകലെ വെച്ച് തന്നെ നമ്മൾ കണ്ടുവെങ്കിൽ പോലും നമുക്ക് സൂര്യനെ ബ്ലാക്ക് ഹോളിന്റെ പാതയിൽ നിന്നും പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. അതിനു മുന്നേ ബ്ലാക്ക് ഹോള് സൂര്യനെ വിഴുങ്ങും. രണ്ടാമത്തെ പ്രശ്നം കണ്ണാടിയുടെ ഗ്രാവിറ്റിയാണ്. ഇത്രയും വലിയ കണ്ണാടിക്ക് ഏകദേശം ഒരു ഗ്രഹത്തിന്റെ അത്രത്തോളം ഗ്രാവിറ്റിയും ഉണ്ടായിരിക്കും. ഈ ഗ്രാവിറ്റി സൗരയൂഥത്തിലെ മൊത്തം വസ്തുക്കളുടെയും ഓർബിറ്റ്സിനെ ബാധിക്കും. പക്ഷേ ഷാഡോഫ് എഞ്ചിൻ നിർമ്മിക്കാൻ മാത്രം അഡ്വാൻസ്ഡ് ആയ ഒരു പുരോഗമന സമൂഹത്തിന് തീർച്ചയായും ഇത് വലിയൊരു പ്രശ്നമായിരിക്കില്ല. മൂന്നാമത്തെ പ്രശ്നം എന്നത് ഷാഡോഫ് എഞ്ചിൻ ധ്രുവങ്ങൾക്ക് നേരെ മാത്രമേ വെക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ സൂര്യനെ മുകളിലേക്കും താഴേക്കും മാത്രമേ ആക്സിലറേറ്റ് ചെയ്യാനാകൂ. അല്ലാതെ ഇഷ്ടമുള്ള ദിശയിലേക്ക് സൂര്യനെ കൊണ്ടുപോകാൻ പറ്റില്ല. നാലാമത്തെ പ്രശ്നം സൂര്യന്റെ സോളാർ ആക്ടിവിറ്റീസ് ആണ്. കൊറോണൽ മാസ് എജക്ഷൻസും സോളാർ ഫ്ലെയർസും പോലെയുള്ള സൂര്യന്റെ അതിശക്തമായ പ്രതിഭാസങ്ങൾക്ക് കണ്ണാടിയെ കാര്യമായി തകർക്കാനുള്ള ശേഷിയുണ്ടായിരിക്കും. ഇതൊഴിവാക്കണമെങ്കിൽ കണ്ണാടി അത്രയേറെ ദൃഢമായ രീതിയിൽ കട്ടിയുള്ളതായിട്ട് വേണം നിർമ്മിക്കാൻ. പക്ഷെ അങ്ങനെ നിർമ്മിക്കാൻ കൂടുതൽ ഊർജവും റിസോഴ്സസും ഒക്കെ ആവശ്യമാണ്. അഞ്ചാമത്തെ പ്രശ്നം മറ്റ് നക്ഷത്രങ്ങളാണ്. അതായത് അത്യധികം തിരക്കുള്ള ഒരു റോഡിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ റോങ് സൈഡ് കയറി പോകുന്നത് പോലെയാണ് സൂര്യനെ നമ്മൾ മറ്റ് നക്ഷത്രങ്ങൾക്കിടയിലൂടെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് നക്ഷത്രങ്ങളുടെ ഇന്ററാക്ഷൻസ് കാരണം സൗരയൂഥത്തിലെ വസ്തുക്കളുടെ ഓർബിറ്റുകൾ കാര്യമായി ബാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഷാഡോഫ് എഞ്ചിന് ഒരുപാട് പോരായ്മകളുണ്ട്. എന്നിരുന്നാലും അതേസമയം തന്നെ ഇതിനൊരു വലിയ അഡ്വാൻറ്റേജുമുണ്ട്. എന്താണെന്നാൽ ഇത് ഏകദേശം ഫ്രീ ആയി സഞ്ചരിക്കുന്നതിന് തുല്യമാണ്. എന്തെന്നാൽ ഇത് നിർമ്മിച്ച ശേഷം പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ബഹിരാകാശ സഞ്ചാരത്തിനുള്ള മറ്റു മാർഗങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഷാഡോഫ് എഞ്ചിന്റെ മെയിൻ്റനൻസ് വളരെയധികം എളുപ്പവും എഫിഷ്യന്റും ചിലവ് കുറഞ്ഞതുമാണ്.
സെൽഫ് ഡ്രൈവ് ചെയ്യുന്നതും സോളാർ പവർ കൊണ്ട് പ്രവർത്തിക്കുന്നതുമായി ഒരു കാറിലിരുന്ന് പോകുന്നത് പോലെയാണിത്. വളരെ കുറഞ്ഞ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഈ വേഗതയും ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു വലിയ നക്ഷത്രം സൂര്യന് നേർക്ക് വരികയാണെങ്കിൽ അത് 1 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമേ ഇവിടെ എത്തുകയുള്ളൂവെങ്കിൽ അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് സൂര്യനെ അതിന്റെ പാതയിൽ നിന്നും മാറ്റാനാകും. ഇങ്ങനെ ബഹിരാകാശ യാത്രയ്ക്ക് പുറമെ ഇതിനെക്കൊണ്ട് ചില ഉപകാരങ്ങളുമുണ്ട്. നമ്മുടെ ഇന്നത്തെ ധൃതി പിടിച്ച ലോകത്ത് ഷെഡോ എഞ്ചിൻ തികച്ചും പ്രായോഗികമല്ലാത്ത ഒന്നായി തോന്നും. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്കപ്പുറമുള്ള സുരക്ഷിതമായ ഒരു ഭാവി ലക്ഷ്യം വയ്ക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സിവിലൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വമ്പൻ നേട്ടം തന്നെ ആയിരിക്കും. പ്രപഞ്ചം ഒരു സമുദ്രമാണെങ്കിൽ ആ സമുദ്രത്തിലെ തിരമാലകൾക്കനുസരിച്ച് ഒഴുകി നടക്കാതെ നമ്മുടെ സൗരയൂഥം എന്ന ഈ വലിയ കപ്പലിനെ നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യത്തെ സ്റ്റിയറിംഗ് വീൽ ആയിരിക്കും ഷെഡോ എഞ്ചിൻ. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.